ഹായ് ഹലോ. സ്റ്റിച്ചിങ് അല്ല കേട്ടോ, ഒന്ന് ചെറിയ സ്റ്റിച്ചിങ്ങിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇന്നലെ രാത്രി ഒരുപാട് സ്റ്റിച്ച് ചെയ്യാൻ കൊണ്ട് തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ എണീറ്റാലാണ് ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ. എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട് മോളെ വെച്ചിട്ട് എങ്ങനെ വീട്ടിലത്തെ കാര്യങ്ങളും സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇത്ര ചെറിയ കുട്ടീനെ വെച്ചിട്ട് എങ്ങനെ ചെയ്യുന്നതൊക്കെ. പക്ഷേ അവളെ വെച്ചിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകാമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം അത്രയും ഇവിടെ അവൾ ചെയ്തിടും. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ആ ഒരു സമയത്ത് ഇപ്പോൾ ഓരോന്നും ഇങ്ങനെ വലിച്ചു വാരി കൊടുന്നിടും, സാധനങ്ങളും ഒക്കെ പരത്തിയിടും ഒക്കെ. അപ്പോൾ ഈ സമയത്ത് അവൾ എണീറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്താണ് എനിക്ക് ഇനി ഇവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. ഇന്നലെ രാത്രി സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് അതേപോലെ ഇട്ടിട്ട് അങ്ങനെ പോയി കെടുക്കുകയായിട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇന്ന് കൊടുക്കേണ്ട വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നൂലൊക്കെ ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നൂലുകളൊക്കെ അവൾ മെഷീൻ്റെ മുകളിൽ കയറിയിട്ട് ഫുള്ളെടുത്ത് താഴേക്ക് ഇടും കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഇനിയിപ്പോൾ ഇതേപോലെ ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് വെക്കണം. അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ കുറേ എടുക്കുന്നുണ്ട്. അപ്പോൾ പെരുന്നാളിൻ്റെ സ്റ്റിച്ചിങ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇനി എൻ്റെ മക്കളിലൊന്നും സ്റ്റിച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ സ്റ്റിച്ച് ചെയ്യാണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ മുന്നേ കസ്റ്റമറിനൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പെരുന്നാളിൻ്റെ തലേ ദിവസവും എൻ്റെ സ്റ്റിച്ച് ചെയ്തിട്ടാവും. മോളെന്നെ പറയും കേട്ടോ, ഉമ്മച്ചി എല്ലാവരും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലാസ്റ്റ് എൻ്റെ സ്റ്റിച്ച് ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല, എന്നിട്ട് ലാസ്റ്റ് റെഡിമെയ്ഡ് എടുക്കും, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇത് മൊത്തമായിട്ടൊന്ന് ഫസ്റ്റ് ഞാൻ എന്ത് ചേച്ചി മൊത്തമായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് കംപ്ലീറ്റ് ഇങ്ങനെ കിടക്കുമ്പോൾ ഭയങ്കര ഒരു അസ്വസ്ഥതയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ബാക്കിയുള്ള സ്റ്റിച്ചിങ്ങിന് ഞാൻ നിൽക്കുള്ളൂ. ചെറിയ കുട്ടികളുള്ള വീട് എപ്പോഴും ഇതുപോലെ നീറ്റായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എത്ര നീറ്റാക്കി ഇട്ട് കഴിഞ്ഞാൽ അവൾ എണീക്കുന്ന വരെ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ ക്ലിയർ ചെയ്തിട്ട് ഒക്കെ നല്ല നീറ്റാക്കിയിട്ട് തന്നെ വിരിച്ചിടും. അവൾ ടോയ്സും കാര്യങ്ങളൊക്കെ മാറ്റി കൊണ്ടുപോകും കേട്ടോ. പക്ഷേ അവൾ എണീറ്റ് ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ അവൾ വീണ്ടും ഇതുപോലെ അതിങ്ങനെ വിരിച്ച് അടങ്ങിപ്പെറുക്കി കിടക്കണമെന്നൊന്നും ഇഷ്ടമല്ല. അതൊക്കെ വലിച്ചു വാരിയിട്ട് ഇടും കേട്ടോ. അപ്പോൾ ഈ 2 മെഷീന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോപ്പ് ഉണ്ടായിരുന്ന കാരണം തന്നെ അവിടുന്ന് ഷോപ്പ് ഒഴിവാക്കിയപ്പോൾ ഉള്ളതാട്ടോ. 2 മെഷീനും ഇൻ്റർലോക്ക് മെഷീൻ അതുപോലെ തന്നെ ഓവർലോക്ക് മെഷീനും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ടേബിള് ഡമ്മി, കിഡ്സിൻ്റെ ഡമ്മിയും അതേപോലെ തന്നെ വലിയ 2 ഡമ്മി കാര്യങ്ങളും. ഇനി കുറേ സാധനങ്ങൾ ഇവിടെ വെക്കാൻ പറ്റാത്ത കാര്യങ്ങൾ മുകളിൽ കൊണ്ടുപോയിട്ടൊക്കെ കേട്ടോ. ഞാൻ റൂമൊക്കെ എടുക്കണം അറേഞ്ച് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അതൊന്നും നടന്നില്ല. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാൻ കേട്ടോ. ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ മോർണിംഗ് വിശേഷങ്ങൾ. ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, കിച്ചണത്തെ കാര്യങ്ങൾ, കുറച്ച് പണികളുണ്ട്, വാഷ് ചെയ്യാനുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. നിങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, ഇതുപോലെ വീട്ടിലിരുന്നിട്ട് എല്ലാം സ്റ്റിച്ച് ചെയ്യണം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് വെച്ചെങ്കിൽ ഏത് രീതിയിൽ ഞങ്ങൾ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ.